നിങ്ങളൊരു സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ ഒരു വർക്കിംഗ് പ്രൊഫഷനോ അല്ലെങ്കിൽ ജോലി തിരയുന്ന ഒരാളായിക്കോട്ടെ, നിങ്ങൾക്ക് കോഡിംഗ് പഠിക്കുന്നതുകൊണ്ട് എന്തെല്ലാം ബെനിഫിറ്റ്സ് ആണ് ഉള്ളത്? മറ്റൊരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, കോഡിംഗ് പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ജോലി കിട്ടാൻ സഹായിക്കുമോ? കോഡിംഗ് പഠിക്കുന്നതുകൊണ്ട് എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങൾക്ക് തുറന്നു കിട്ടുന്നത്? ഉള്ള കാരണം ശരിക്കും നിങ്ങൾക്ക് കോഡിംഗ് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതിനെക്കുറിച്ചെല്ലാം വളരെ ഡീറ്റെയിൽഡായി വിത്ത് റിയൽ കേസിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. എപ്പോഴത്തെ പോലെയും എല്ലാവരും ശ്രദ്ധിച്ച് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇറ്റ്സ് മീ അഡോൺ മാത്യു. വെൽക്കം ടു ഡേറ്റാ സോൾ. റീസെൻ്റ്ലി ആയി ജോബ് മാർക്കറ്റിലെ ചില ട്രെൻഡുകൾ നമ്മൾ അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത്, നിങ്ങൾ ഏത് ഡൊമൈനിലുള്ളവരുമായിക്കോട്ടെ, അത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗോ സിവിൽ എഞ്ചിനീയറിംഗോ BSc ഫിസിക്സോ കെമിസ്ട്രിയോ ഓർ ഈവൻ സോഷ്യൽ സയൻസ് പോലും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇന്ന് ഒരു ജോലി കിട്ടണമെങ്കിൽ ചോദിക്കുന്ന ഒരു പ്രധാന സ്കിൽ എന്ന് പറയുന്ന കോഡിംഗ് തന്നെയാണ്. എന്നാൽ നമുക്കറിയാം, നിരവധി കോഡിംഗ് ലാംഗ്വേജസ് ഉണ്ട്. പൈതൺ ഉണ്ട്, C++ ഉണ്ട്, ജാവയുണ്ട്, HTML ഉണ്ട് എന്നിങ്ങനെ നിരവധി കോഡിംഗ് ലാംഗ്വേജസ് ഉണ്ട്. ഇവയിൽ ഏറ്റവും അധികം പോപ്പുലാരിറ്റി കൂടി വരുന്ന ഒരു കോഡിംഗ് ലാംഗ്വേജ് ആണ് പൈതൺ എന്ന് പറയുന്നത്. 2024 വരെയുള്ള സ്റ്റാക്ക് ഓവർഫ്ലോയുടെ സ്റ്റഡി പ്രകാരം സ്റ്റാക്ക് ഓവർഫ്ലോ കമ്മ്യൂണിറ്റിയിൽ പൈതൺ റിലേറ്റഡ് പോസ്റ്റ് ഇടുന്നവരുടെ എണ്ണം മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളേക്കാൾ ഒരുപാട് വർധന ഉണ്ടായിട്ടുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇതിനെ മറ്റൊരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ന് കൂടുതൽ ആൾക്കാർ പൈതൺ ഉപയോഗിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് എന്നാണ് വ്യക്തമാവുന്നത്. അതുപോലെ തന്നെ ടിയോബ് ഇൻഡെക്സിന്റെ 2024 പുറത്തുവിട്ട സ്റ്റഡി പ്രകാരം പൈതൺ ലാംഗ്വേജ് വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ലാംഗ്വേജുകളിൽ 1ാം സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ C++, ജാവ എന്നിവയേക്കാൾ കൂടുതൽ ഗ്രോത്ത് റേറ്റിംഗും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എന്തുകൊണ്ടാണ് പൈതൺ ഇത്രയും അധികം പോപ്പുലാരിറ്റി കൈവരിച്ചതെന്ന്. ഇതിന് പ്രധാനപ്പെട്ട 2 കാരണങ്ങളാണ് ഗീക്സ് ഫോർ ഗീക്സ് ഓർഗനൈസേഷൻ കണ്ടുപിടിച്ചത്. ഒന്നാമത്തേത് എന്ന് പറയുന്നത് പൈതൺ ഡാറ്റ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡൊമൈനിൽ യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തേത് ഗൂഗിൾ, ഫേസ്ബുക്ക്, മോസില, ക്വാറ തുടങ്ങിയ കമ്പനികൾ വെബ് ഡെവലപ്മെന്റിന് വേണ്ടി പൈതൺ യൂസ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. അതായത് പൈതൺ ഒരു ജനറൽ പർപ്പസ് ലാംഗ്വേജ് ആയതുകൊണ്ടാണ് ഇത്രയും അധികം പോപ്പുലാരിറ്റി കൈവരിക്കാൻ സാധിച്ചത്. ജനറൽ പർപ്പസ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന ലാംഗ്വേജ്. അതായത് നമുക്ക് പൈതൺ ഉപയോഗിച്ച് വെബ് ഡെവലപ്മെന്റ് ചെയ്യാം, ഗെയിം ഡെവലപ്മെന്റ് ചെയ്യാം, ഡാറ്റ സയൻസ്, ഓട്ടോമേഷൻ, അക്കാഡമിക് റിസർച്ച് എന്നിങ്ങനെ ഒരുപാട് ഡൊമൈനിലേക്ക് നമുക്ക് പൈതൺ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കോഡിംഗ് പഠിക്കാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്, എന്നാൽ ഇതുവരെ കോഡിംഗ് ചെയ്യാൻ അറിയത്തില്ല, അങ്ങനത്തെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം എളുപ്പത്തിൽ പഠിക്കാൻ സഹായിക്കുന്ന ഒരു ലാംഗ്വേജും പൈതൺ തന്നെയാണ്. ഇപ്പോഴത്തെ ട്രെൻഡിൽ നമ്മൾ കണ്ടുവരുന്നത് കമ്പ്യൂട്ടർ സയൻസ് ഡൊമൈനിലുള്ള ആൾക്കാർ മാത്രമല്ല, മറ്റേത് എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് അല്ലെങ്കിൽ ഒരു BSc സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് കോഡിംഗ് അറിയാമെന്നുണ്ടെങ്കിൽ ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് ഒരു റിയൽ കേസിലൂടെ നിങ്ങൾക്ക് ഞാൻ വ്യക്തമാക്കാം. ഇവിടെ നിങ്ങൾ കാണുന്നത് 2024 ഫെബ്രുവരിയിൽ ഇന്ത്യയിൽ പോസ്റ്റ് ചെയ്ത ഒരു സിവിൽ എഞ്ചിനീയറിന് വേണ്ടിയുള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇവിടെ സ്കിൽ സെക്ഷനിൽ സിവിൽ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ പൈതൺ, SQL, C++ എന്നീ കോഡിംഗ് ലാംഗ്വേജുകളും കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ സിവിൽ എഞ്ചിനീയർ സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും ഒരു കോഡിംഗ് ലാംഗ്വേജ് അറിഞ്ഞിരുന്നാലേ ഈ ജോലി കിട്ടത്തുള്ളൂ. നമുക്ക് മറ്റൊരു ഡൊമൈനിലെ എക്സാമ്പിൾ കൂടെ നോക്കാം. സപ്പോസ് നിങ്ങൾ ഒരു ബയോളജി ബാക്ക്ഗ്രൗണ്ടുള്ള വ്യക്തിയാണെങ്കിൽ അവിടെയും കോഡിംഗ് സ്കിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നിരവധി കമ്പനികൾ ബയോളജി ബാക്ക്ഗ്രൗണ്ട് പ്ലസ് കോഡിംഗ് സ്കില്ലുള്ള ആൾക്കാരെ പ്രത്യേകം ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളിവിടെ കാണുന്നത് ഗ്ലാസ് ഡോറിൽ 2024 പോസ്റ്റ് ചെയ്തൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ബാംഗ്ലൂരിലുള്ള സെൽവർക്സ് എന്ന കമ്പനിയുടെ ജോബ് പോസ്റ്റാണിത്. ഇവിടെ കാണാം സ്കിൽസിന്റെ സെക്ഷനിൽ കൊടുത്തിരിക്കുന്നത് ഒന്നാമത്തേത് സ്ട്രോങ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ബയോളജിക്കൽ കോൺസെപ്റ്റ്സ്, അതിനുശേഷം കൊടുത്തിരിക്കുന്നത് പൈതൺ, SQL പോലത്തെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിഞ്ഞിരിക്കുക ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് എന്നാണ്. സോ ഇതിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്, നിങ്ങൾ ഏതൊരു ഡൊമൈനിലുള്ള ആളുമായിക്കോട്ടെ, നിങ്ങൾക്ക് കോഡിംഗ് ലാംഗ്വേജ് അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും ഒരു പ്ലസ് പോയിന്റ് ആയിരിക്കും. അതായത് ഡൊമൈൻ നോളജ് പ്ലസ് കോഡിംഗ് ഈക്വൽ ടു മോർ ഓപ്പർച്യൂണിറ്റീസ്. പക്ഷേ ഇതെല്ലാം കേൾക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഒരു ഡൗട്ട് ഉണ്ടാവും, വന്നുകൊണ്ട് ഇനി ശരിക്കും കോഡിംഗ് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പലരും വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ വന്നുകൊണ്ട് കോഡിംഗ് പഠിക്കേണ്ട എന്നല്ല, കോഡിംഗ് പഠിക്കേണ്ട രീതിയാണ് നമ്മൾ മാറ്റേണ്ടത്. അതായത് ഇനി നമ്മൾ കോഡിങ്ങിന്റെ എല്ലാ സിൻടാക്സുകളും മെമ്മറൈസ് ചെയ്ത് കോഡ് എഴുതണമെന്നില്ല. അറിയാത്ത കാര്യങ്ങൾ ChatGPT പോലെയുള്ള AI ടൂളുകളോട് ചോദിച്ച് അപ്പോൾ തന്നെ എഴുതാവുന്നതാണ്. എന്നാൽ ഒരു കോഡ് കണ്ടാൽ അത് വായിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിലും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അത് മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് കോഡിംഗ് അറിഞ്ഞിരിക്കണം. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് മാത്സ് ചെയ്യാമെങ്കിലും നമ്മൾ മാത്സ് പഠിക്കേണ്ടതുണ്ട്. മാത്സ് അറിഞ്ഞാലേ നമ്മൾക്ക് ഏത് തരം കാൽക്കുലേഷൻസ് ആണ് കാൽക്കുലേറ്റർ ചെയ്യേണ്ടതെന്നും അതുപോലെ ചെയ്ത് കിട്ടിയതിൽ മിസ്റ്റേക്സ് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാനും സാധിക്കുകയുള്ളൂ. ഇതുപോലെ തന്നെയാണ് AI ടൂളുകളും. ഇതൊക്കെ നമ്മുടെ ജോലി ഭാരത്തെ കുറയ്ക്കാൻ സഹായിക്കുകയും പ്രൊഡക്ടിവിറ്റി കൂട്ടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഏത് AI ടൂൾ വന്നാലും നമുക്ക് കോഡിംഗ് പഠിക്കേണ്ടതുണ്ട്, പക്ഷെ പഠിക്കേണ്ട രീതിയാണ് നമ്മൾ മാറ്റേണ്ടത്. ഈ ഒരു വീഡിയോയിലൂടെ കോഡിംഗ് പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.
നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോഴും നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് കോഡിംഗ് പഠിക്കണോ വേണ്ടോ എന്ന് ചിന്തിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.